ഡൊണാൾഡ് ട്രംപ് തന്റെ ദീർഘകാല താരിഫ് ഭീഷണികളിൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 10% അടിസ്ഥാന നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതേസമയം അമേരിക്കയുമായി വ്യാപാരം മിച്ചമുള്ള രാജ്യങ്ങൾക്ക് മേൽ തീരുവ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് താരിഫുകളെ ന്യായീകരിച്ചു. എന്നാൽ ഇപ്പോൾ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്ന് ട്രംപിന്റെ പുതിയ പരസ്പര താരിഫുകളുടെ ആഘാതം എപ്പോഴാണ് ജനം അനുഭവിക്കാൻ പോകുന്നത് എന്നാണ്. ട്രംപ് തന്റെ ഒരു പ്രധാന പ്രചാരണ പ്രതിജ്ഞയായി അവതരിപ്പിച്ച പരസ്പര താരിഫുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള US നികുതി വർദ്ധിപ്പിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന അന്യായമായ തീരുവകൾ നികത്തുമെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഈ ഒരു നീക്കം US ഗവൺമെന്റിന് 100 കണക്കിന് ബില്യൺ ഡോളറിന്റെ പുതിയ വരുമാനം നേടിത്തരുമെന്നും അതോടൊപ്പം ന്യായമായ ആഗോള വ്യാപാരം ഉറപ്പാക്കുമെന്നും ട്രംപ് തറപ്പിച്ചു പറയുന്നു. ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് താരിഫുകളെ ന്യായീകരിച്ചു. ഈ നടപടികൾ അമേരിക്കയിലേക്ക് ഫാക്ടറി ജോലികൾ തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ അതേസമയം ബിസിനസ്സുകളും ഉപഭോക്താക്കളും ഉയർന്ന ചെലവുകൾ നേരിടുകയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കപ്പെടാമെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താരിഫ് നയത്തിന്റെ ഫലമായി എപ്പോഴാകും വില ഉയരുക എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിലകളിലെ ആഘാതം അമേരിക്കയിലെയും വിദേശത്തെയും ബിസിനസ്സുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ താരിഫ് നടപ്പിലാക്കി 1-2 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾക്ക് ഉയർന്ന ചെലവുകൾ ഉണ്ടാകാൻ തുടങ്ങിയേക്കും എന്നാണ് പറയുന്നത്. മെക്സിക്കോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവ് വളരെ നേരത്തെ തന്നെ സംഭവിച്ചേക്കാം. ചില US റീറ്റെയിലർമാരും ഇറക്കുമതിക്കാരും താരിഫ് ചെലവുകളുടെ ഒരു ഭാഗം ഏറ്റെടുത്തേക്കാം. അതേസമയം വിദേശ കയറ്റുമതിക്കാർ അധിക തീരുവകൾ നികത്താൻ അവരുടെ വില കുറച്ചേക്കാം. പക്ഷേ പല ബിസിനസ്സുകൾക്കും ട്രംപ് പ്രഖ്യാപിച്ച 20% ലെവി പോലുള്ള താരിഫുകൾ യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വളരെ ഉയർന്നതായിരിക്കും. അത് ഉപഭോക്താക്കളിലേക്ക് കൈമാറാതെ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. കമ്പനികൾ താരിഫുകളെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു ആയുധമായി അല്ലെങ്കിൽ ഒരു അവസരമായി ഉപയോഗിച്ചേക്കാം എന്നൊരു വശം കൂടിയുണ്ട് ഇവിടെ. 2018 ട്രംപ് വാഷിംഗ് മെഷീനുകൾക്ക് തീരുവ ചുമത്തിയപ്പോൾ ഡ്രയറുകൾ പുതിയ താരിഫുകൾക്ക് വിധേയമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും ചില ചില്ലറ വ്യാപാരികൾ വാഷിംഗ് മെഷീനുകൾക്ക് മാത്രമല്ല ഡ്രയറുകൾക്കും വില വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വരും മാസങ്ങളിൽ ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ആശങ്ക. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ കുതിച്ചാട്ടം ഉണ്ടായതിനു ശേഷം, പ്രത്യേകിച്ച് പറഞ്ഞാൽ പാൻഡമിക്കിന് മുൻപുള്ളതിനേക്കാൾ വിലക്കയറ്റവുമായി ഉപഭോക്താക്കൾ കൂടുതൽ പൊരുത്തപ്പെടാൻ തുടങ്ങിയിരിക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിൽ ഇതിനോടകം പാടുപെടുന്ന നിരവധി അമേരിക്കക്കാർ കൂടുതൽ വില വർധനവ് അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നും അവർ ജീവിത ചെലവ് ചുരുക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള സൂചനകളുണ്ട്. ഇത് ബിസിനസ്സുകളെ വിലകൾ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിച്ചേക്കാം.